എൻ്റെ വാപ്പ മരിച്ചിട്ട് ദാരിദ്ര്യം വിഷമം ഉസ്താദിനെ പറഞ്ഞ ഒന്നും അതിന് പ്രത്യേകം ചെല്ലൊന്നും വേണ്ട. പിന്നെ സുബീസ്കരിച്ചിട്ട് ആ കോയയുടെ പഠിക്കുന്നതല്ലേ, ഉദിക്കുന്നത് വരെ ഉറങ്ങാണ്ടിരുന്നാൽ മതി, അങ്ങനെ മതി ദാരിദ്ര്യാകത്താണ്. ഉസ്താദിന്റെ ശിഷ്യന്മാരൊക്കെ പഴയകാല ശിഷ്യന്മാരൊക്കെ ആ ഗണത്തിൽപ്പെട്ടവരാണ്. എൻ്റെ ഒരു അമ്മാവനായ സയ്യിദ് ഇബ്രാഹിം തങ്ങൾ, സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ, സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, ഈ എൻ്റെ 3 അമ്മാവന്മാർ ഉസ്താദിന്റെ ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. അവരൊക്കെ ഈ പറഞ്ഞ കണക്കാണ്. അവര് സുബീക്ക് എണീച്ചാൽ പിന്നെ ഉദിക്കുന്നവരെ ഉറങ്ങൂല, ശല്യം പറഞ്ഞു. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. വാക്കുകളിൽ മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിക്കുന്നത് നാം ശ്രദ്ധിക്കണം. നമ്മുടെ പട്ടിണിയും പരിവട്ടവും ലോകനാഥനായ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുകയല്ലാതെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കരുത്. ഉസ്താദ് നല്ല വൃത്തി പിന്നെ ബാഹ്യമായും അങ്ങനെ ഒരു മുഷിഞ്ഞ വസ്ത്രവും ധരിക്കുന്നവരല്ല. അതും നാം ശ്രദ്ധിക്കണം. നല്ല അത്തരം നല്ല എസ് ജെ റോസ് അന്ന് ഉസ്താദിന് മലേഷ്യൻ നേരം കൊണ്ടു കൊടുക്കും. നല്ല എസ് ജെ റോസെല്ലാം പൂശിയിട്ട് ഉസ്താദ് പോവാന്നെ. ദർസിൽ വരുമ്പോഴും ക്ലാസ്സിന് വരുമ്പോഴും ഉസ്താദ് അത്ര പറ്റിട്ട് വരാം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ളുഹാ നമസ്കാരവും അവ്വാബ് നമസ്കാരവും, ഇത് രണ്ടും ഉസ്താദ് ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. അതും നാം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. ഇത്തരം കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ പറയാം.